നമസ്കാരം. പ്രതിപക്ഷ നേതാവാകുമോ എന്ന് ഇപ്പോഴും സൂചന നൽകിയിട്ടില്ലാത്ത രാഹുൽ ഗാന്ധി പക്ഷേ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നതിന് കിട്ടുന്ന ഒരവസരവും പാഴാക്കുന്നില്ല. നേരത്തെ സ്റ്റോക്ക് മാർക്കറ്റ് കുംഭകോണത്തിൽ മോദിക്കും അമിത്ഷായ്ക്കുമെതിരെ രംഗത്ത് വന്ന് JPC അന്വേഷണം ആവശ്യപ്പെട്ട രാഹുൽ ഗാന്ധി നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെയും ആഞ്ഞടിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ പാർലമെന്റിൽ ശബ്ദമുയർത്തുമെന്ന് വിദ്യാർത്ഥികൾക്ക് രാഹുൽ ഗാന്ധി ഉറപ്പു നൽകി. ക്രമക്കേട് പരിശോധിക്കാൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ മുൻ ചെയർമാൻ അധ്യക്ഷനായ 4 സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുലിന്റെ പ്രതികരണം. നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിനിടെയാണ് നീറ്റ് പരീക്ഷ സംബന്ധിച്ച വിവാദം ഉരുണ്ടുകൂടിയത്. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾ 24 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബങ്ങളെയും തകർത്തു എന്ന് രാഹുൽ ട്വിറ്ററിൽ കുറിച്ചു. രാജ്യത്തെ എല്ലാ വിദ്യാർത്ഥികളോടും പറയുന്നു, ഞാൻ പാർലമെന്റിൽ നിങ്ങളുടെ ശബ്ദമായി മാറും. നിങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശക്തമായി ഉന്നയിക്കുമെന്നും ഉറപ്പു നൽകുന്നു. നിയമമുണ്ടാക്കി വിദ്യാർത്ഥികൾക്ക് പേപ്പർ ചോർച്ചയിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുമെന്ന് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഒരേ പരീക്ഷാ കേന്ദ്രത്തിലെ 6 വിദ്യാർത്ഥികൾ പരമാവധി മാർക്കോടെ പരീക്ഷയിൽ ഒന്നാമതെത്തി. ഇത്തരത്തിൽ ഒരേ മാർക്ക് സാങ്കേതികമായി സാധ്യമല്ല. എന്നാൽ പേപ്പർ ചോർച്ചയുടെ സാധ്യത സർക്കാർ തുടർച്ചയായി നിഷേധിക്കുകയാണ്. നിയമനിർമ്മാണത്തിലൂടെ ഈ പേപ്പർ ചോർച്ചയെ മറികടക്കും എന്ന് രാഹുൽ ട്വിറ്ററിൽ പറഞ്ഞു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആരോപണങ്ങൾ അതീവ ഗൗരവമുള്ളതാണെന്ന് KC വേണുഗോപാലും പ്രതികരിച്ചു. പരീക്ഷയുടെ വിശ്വാസ്യതയ്ക്കാണ് കോട്ടം തട്ടിയിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർന്നുവെന്ന ആരോപണം വരെയാണ് ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീറ്റ് പരീക്ഷയുടെ വിശ്വാസ്യത നിലനിർത്താനുള്ള അടിയന്തര നടപടികൾ കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാവണം. ക്രമക്കേടുകളെക്കുറിച്ച് സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയ സെക്രട്ടറി സഞ്ജയ് കുമാറിന് കത്ത് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് UGയിൽ 67 പേർ ഒന്നാം റാങ്കുകാരായതിൽ ദുരൂഹതയുണ്ട്. ദേശീയ പരീക്ഷാ ഏജൻസി ഏതാനും ഉദ്യോഗാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയത് ആശങ്കാജനകമാണ്. എന്തടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഗ്രേസ് മാർക്ക് നൽകിയതെന്ന് സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടില്ല. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളും ക്രമക്കേടുകളും ഉയർന്ന സാഹചര്യത്തിൽ പ്രസിദ്ധീകരിച്ച ഫലത്തെ സംശയത്തോടെയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നോക്കിക്കാണുന്നത്. അതുകൊണ്ട് ചോദ്യപേപ്പർ സജ്ജീകരണം, പരീക്ഷാ നടത്തിപ്പ്, പരീക്ഷാ കേന്ദ്രങ്ങളുടെ നിരീക്ഷണം എന്നിവ ഉൾപ്പെടെ പരീക്ഷാ പ്രക്രിയയുടെ നീതിക്കും സുതാര്യതയ്ക്കും കോട്ടം വരുത്തിയ വീഴ്ചകൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷണം നടത്തി ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഇതോടെ ഈ വിഷയം കോൺഗ്രസ് മുൻ സർക്കാരിനെതിരെയുള്ള ആദ്യ സമരമാക്കി മാറ്റുന്ന സൂചന നൽകുന്നുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് നേടി കോൺഗ്രസിനെ പുനരുജ്ജീവന പാതയിലേക്ക് നയിച്ച രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി പാർലമെന്റിൽ എത്തിയാൽ നരേന്ദ്രമോദിക്ക് ചോദ്യങ്ങൾക്ക് ചെവി കൊടുക്കാത്തവണ്ണം പഴയ പോലെ പെരുമാറാനാവാത്ത സാഹചര്യമാണ് ഇപ്പോൾ എന്തായാലും ലോക്സഭയിലുള്ളത്. ചുരുക്കി പറഞ്ഞാൽ മൂന്നാം മോദി സർക്കാരിന് കാത്തിരിക്കുന്നത് അത്ര സുഖകരമായ നാളുകളല്ലെന്ന് വ്യക്തം.